ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. ക്യാരമൽ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കി ഇത് നല്ല പഞ്ചസാര മെൽറ്റായി ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണം. അല്ലെങ്കിൽ നമ്മളിത് തണുക്കുമ്പം ക്രിസ്റ്റലായി പോവും. അതുകൊണ്ട് അങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് സ്റ്റവ് ഓഫ് ചെയ്യണം. പിന്നെ നമുക്ക് പൊടി ആണ് എടുക്കേണ്ടത്. 1 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇത്രയും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തിതൊന്ന് നല്ലോണം അരിച്ചെടുക്കണം. ഇത് അരിക്കുമ്പോൾ ഒരു 2 പ്രാവശ്യം അരിച്ചെടുക്കാമെങ്കിൽ ഈ പൊടി നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. അതുകൊണ്ട് 2 പ്രാവശ്യം എല്ലാം ഇതിൽ മിക്സായും കിട്ടും. അതിനുവേണ്ടി 2 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 4 ഗ്രാമ്പൂ 2 ഏലക്കായും കൂടെ ചേർത്ത് നല്ലോണം പൊടിച്ച് വെക്കണം. അത് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. 2 സ്പൂൺ വീതം ഇട്ട് അടിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ ക്യാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് അടിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചക്കയുടെ പൾപ്പ് എടുക്കണം. ഇതൊരു 10-12 വലിയ ചുളയുടെ പൾപ്പാണ്. ഇതൊരു 3/4 കപ്പ് അളവിലുണ്ട്. ഇത് നല്ലോണം ഇതിനകത്തൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ടിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 10-12 ചെറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. വെച്ചിട്ട് 1 ടീസ്പൂൺ പൊടി വെച്ചിട്ട് ഇതൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള പൊടി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഓവർ മിക്സ് ആക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. പിന്നെ ലാസ്റ്റ് നമുക്കതിലേക്ക് ഈ ചെറിയും കൂടെ ചേർക്കാം. ചെറിക്ക് പകരം നട്ട്സ് ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചെറി ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ടിടുമ്പം ഇതിന് താഴെ പോയി അടിഞ്ഞ് കിടക്കത്തില്ല. പിന്നെ ഞാനിതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൈദ മാവ് വെച്ച് ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് ഞാൻ ബട്ടർ പേപ്പർ ഇടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ബട്ടർ പേപ്പർ ഇട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം വേണം പാത്രത്തിലേക്ക് വെക്കാൻ. എല്ലാം ബാറ്ററെല്ലാം ഒഴിച്ച് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രമാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അടുപ്പ് വെച്ച് ഹീറ്റാക്കിയിട്ട് ഇനി അതിനകത്തൊരു തിരികെ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് കേക്ക് വെച്ചിരിക്കുന്നത്. ആദ്യം 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ തണുത്തതിന് ശേഷം കേക്ക് എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ നല്ലോണം തണുക്കുന്നതിന് മുൻപാണ് ഇത് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി ഇങ്ങനെ കത്തിയിലൊക്കെ പറ്റുന്നത്. പക്ഷേ നന്നായിട്ട് തണുത്തതിന് ശേഷം ബാക്കി കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം.